VT യേശുദാസൻ അച്ഛൻ ഇന്ന് നമ്മളോട് കൂടെ ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞു കോശി അച്ഛൻ, പ്രിയ ഫിലിപ്പോസ് ജോൺ അച്ഛൻ, പ്രിയ ജോൺ ബി ചാക്കോ അച്ഛൻ, പ്രിയ ഗായക സംഘ അംഗങ്ങൾ, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. നിങ്ങളോടുകൂടെ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം സാധ്യമായതിൽ ഞാൻ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. ഇപ്രകാരം ഈ ദേശത്ത് ഒന്ന് കടന്നു വരുവാൻ അവസരം ലഭിച്ചതിൽ തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് ഇവിടെ എത്തി മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ എക്യുമെനിക്കൽ ആക്ഷൻ ഫോറത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഗാനവിരുന്നിൽ സംബന്ധിപ്പാൻ സാധ്യമായി. വിവിധ സഭാവിഭാഗങ്ങളിൽ നിന്നുള്ള കൊയർ അംഗങ്ങൾ ഇവിടെ വരികയും അവരുടെ ഗാനങ്ങൾ കേൾക്കുവാനുള്ള സാവകാശം ലഭിക്കുകയും ചെയ്തു. അതും ഒരു എക്യുമെനിക്കൽ അനുഭവത്തിൽ നിൽപ്പാൻ സാധ്യമായി. ഇന്ന് ഈ കൺവെൻഷനിലും വിവിധ സഭാവിഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കേട്ടതായ ദൈവവചനങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 8 മണിയായപ്പോഴും ഈ യോഗത്തിലേക്ക് സംബന്ധിപ്പാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എത്ര തീഷ്ണത ദൈവവചനം കേൾപ്പാൻ അവരിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇപ്രകാരം വളരെ അനുഗ്രഹീതമായ ഒരു വിശ്വാസ സമൂഹം ഇവിടെയുണ്ട് എന്ന് കാണുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇടവകയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട VT യേശുദാസൻ അച്ഛനും കുടുംബവും വളരെ അനുഗ്രഹത്തോടുകൂടെ ഇടവകയുടെ ശുശ്രൂഷയിലും ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളിലും സഭയുടെ ആകമാനമായ പ്രവർത്തനങ്ങളിലും പങ്കുചേരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രിയ ഇടവക സെക്രട്ടറി പറയുന്നത് ഇപ്രകാരമായിരുന്നുവല്ലോ: അച്ഛൻ്റെ പ്രായത്തെയും രോഗത്തെയും ഒക്കെ മറന്ന് ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്ന ആ അച്ഛൻ്റെ ആ വിശ്വാസ ജീവിതയാത്ര അതെത്ര അനുഗ്രഹീതമാണ്. പ്രത്യേകിച്ച് നല്ല നേതൃത്വം ഈ ദേശത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇടവകയുടെ സെക്രട്ടറി പ്രിയ ബിനു TK, അദ്ദേഹം എല്ലാവർക്കും നന്ദി പറഞ്ഞു, A to Z. എന്നാൽ നമ്മൾക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. അതുകൊണ്ട് പ്രിയ ബിനുവിനോടുള്ള നന്ദിയും നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി ഇന്നത്തെ തിരുവചന ധ്യാനം മാത്രമല്ല, ദൈവം നമ്മെ ഒരു പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നല്ലോ. ഈ പുതിയ സംവത്സരത്തിൽ
ഓരോ ദിനങ്ങൾ നാം പിന്നിടുമ്പോഴും, ഓരോ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും അവിടെയൊക്കെ സ്മരിപ്പാൻ, ഓർക്കുവാൻ, ഉരുവിടുവാൻ, പ്രാർത്ഥിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവവചനം. യെരമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7ഉം 8ഉം വാക്യങ്ങളാണ്. വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം ആ വേദപുസ്തകം കൈകളിൽ ഒന്നുയർത്തുന്നത് നല്ലതാണ്. വളരെ സന്തോഷം. സ്ത്രീകളുടെ ഭാഗത്ത് ഒരു 80% ആളുകളുടെ കരങ്ങളിൽ വേദപുസ്തകമുണ്ട്. പുരുഷന്മാരുടെ ഭാഗത്ത് 30%. പ്രത്യേകിച്ച് എനിക്ക് പുരുഷന്മാരോട് പറയുവാനായിട്ടുള്ളത്, ഇങ്ങനെയുള്ള യോഗങ്ങൾക്കൊക്കെ കടന്നു വരുമ്പോൾ, യോഗങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ആരാധനയിൽ വന്ന് സംബന്ധിക്കുമ്പോൾ, ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കരങ്ങളിൽ ഈ വിശുദ്ധ വേദപുസ്തകവും ആരാധനക്രമവും ഉണ്ടായിരിക്കണം. കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു വിദേശ ഇടവക സന്ദർശിപ്പാനായിട്ട് പോയി. അവിടെയും ഞാൻ ഇപ്രകാരം ആരാധനയിൽ ദൈവവചന പ്രഘോഷണം ആരംഭിക്കുന്നതിന് മുൻപ് ആ ആരാധന സമൂഹം ഒരു 1000-ലധികം ആളുകൾ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. അവരോട് വേദപുസ്തകം കൊണ്ടുവന്നവർ കൈകളിലൊന്ന് ഉയർത്തിക്കാട്ടെ എന്ന് പറഞ്ഞ അവസരത്തിൽ സ്ത്രീകളുടെ ഭാഗത്ത് ഏകദേശം 95% ആളുകളുടെ കരങ്ങളിലും പുരുഷന്മാരുടെ കരങ്ങളിൽ 80% ആളുകളിലും ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ ദൈവമേ, ഈ വിദേശ രാജ്യത്തും ഞങ്ങളുടെ ഈ വിശ്വാസ സമൂഹം ഇപ്രകാരം അവരുടെ കരങ്ങളിൽ വിശുദ്ധ വേദപുസ്തകവുമേന്തി ഈ ആരാധനയ്ക്ക് കടന്നു വന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇത് ഒരു പട്ടണ പ്രദേശമല്ലല്ലോ. ആണോ? അല്ല, ഒരു ഗ്രാമപ്രദേശമല്ലേ? ഞാനൊരു പട്ടണത്തിലെ കാര്യമായി പറഞ്ഞത്. ഗ്രാമത്തിൽ വസിക്കുന്ന നമ്മൾ കൂടുതൽ വേദപുസ്തകത്തോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. പട്ടണത്തിലുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ഗ്രാമത്തിലുള്ള നമുക്ക് ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ വേദപുസ്തകവും ആരാധനക്രമവും കരങ്ങളിൽ കൊണ്ടുവന്നുകൂടാ? അതുപോട്ടെ, അതിനുശേഷം ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അന്ന് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നതിനു വേണ്ടി താമസിക്കുന്ന സ്ഥലത്ത് വന്നു. ഞാൻ കാറിൽ കയറിയിരുന്നു. ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ആ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ആ മനുഷ്യൻ തൻ്റെ കാറിൽ സൂക്ഷിച്ചിരുന്ന വേദപുസ്തകം എടുത്ത് അതിൽ നിന്നൊരു സങ്കീർത്തനം വായിച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് യാത്ര തിരിച്ചത്. ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ മുൻപിൽ നമ്മൾ ആരുമല്ല. എന്നാൽ അദ്ദേഹം പോലും പറയുന്നൊരു കാര്യം, തിരുമേനി, ഞാൻ എൻ്റെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത് മുഴുവൻ
വിശുദ്ധ വേദപുസ്തകത്തോടൊപ്പമാണ്. ദൈവവചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ്. പ്രിയ ദൈവജനമേ, ഈ വേദപുസ്തകം നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുമെങ്കിൽ തീർച്ചയായും ഞാൻ പറയുകയാണ്, ഈ വേദപുസ്തകം നമ്മെ ഓരോ നാളും കരങ്ങളിൽ താങ്ങിക്കൊള്ളും, വഴി നടത്തും. അതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയ ദൈവജനമേ, നിങ്ങൾ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ ഇനി മുതൽ ദൈവവചനവും ആരാധന ക്രമവും നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഇത് കൽപ്പനയൊന്നുമല്ല, ഇത് ചെറിയ ഒരു റിക്വസ്റ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ എന്റെ സഭയിലെ വിശ്വാസ സമൂഹം ദൈവവചനത്തോട് ചേർന്ന് നിന്ന് ഈ ലോകത്തിന്റെ കളങ്കം പറ്റാതെ വളരെ ശക്തമായ രീതിയിൽ അവരുടെ ജീവിതങ്ങളെ നയിക്കുന്നവരായിരിക്കണം. അതാ ഇന്നിന്റെ ആവശ്യം. അതാണ് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള സന്ദേശവും. അതുകൊണ്ട് ഇനിയുള്ള കാലം വളരെ ദുർഘടം പിടിച്ച ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നാം നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് കേന്ദ്രീകരിച്ച്, ദൈവവചനത്തോട് കേന്ദ്രീകരിച്ച്, ദൈവവചനത്തിൽ വസിക്കുന്ന ഒരു പുതിയ സമൂഹമായി രൂപപ്പെടണം. ഇത് എൻ്റെ ഒരു ആഗ്രഹം. അത് നിങ്ങൾ ഇനിയുള്ള സമയങ്ങളിൽ പാലിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവചന ധ്യാനത്തിനായി എടുത്ത വാക്യങ്ങൾ 2 വാക്യങ്ങളാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം, അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് യെരമ്യാ പ്രവാചകൻ പറയുന്നത്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാ ഭാഗ്യവാൻ? കോടിക്കണക്കിന് 16 കോടി എങ്ങാണ്ട കേരള ലോട്ടറി അല്ലേ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതും ആയ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല. ദൈവജനമേ, നോക്ക്, അവിടെ പറയുകയാ, ഉഷ്ണം തട്ടത്തില്ലെന്ന് പറഞ്ഞില്ല, പറഞ്ഞോ? ഉഷ്ണം തട്ടും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വരൾച്ചയില്ലാത്ത ഒരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞില്ല? ഉണ്ടോ? ഇല്ല. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ഒരു നിമിഷം ശാന്തമായി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഇതാണ് വചനം. ഈ വചനമാണ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകിയിരിക്കുന്നത്. ഈ വചനത്തിന്റെ സത്യം അറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, നിന്റെ മക്കൾക്ക് ഇതിന്റെ പൊരുൾ കൊടുക്കാൻ എന്നെ സഹായിക്കണം.
നിന്റെ വാക്കുകൾ എൻ്റെ നാവിൽ തരണം. ദൈവമേ, എൻ്റെ നാവിൽ നിന്റെ വാക്കുകൾ തരണം. അത് നിന്റെ ജനത്തിന് കൊടുപ്പാൻ അടിയനെ സഹായിക്കണം. ഇനിയുള്ള നിമിഷങ്ങളൊക്കെയും നിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലുള്ള നിമിഷങ്ങളായിരിക്കാൻ സഹായിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. 2023 എന്ന സംവത്സരത്തിൽ എന്തെല്ലാം ജീവിത അനുഭവങ്ങൾ നമുക്കുണ്ടായിക്കൊള്ളട്ടെ. അവയുടെ ഒക്കെ മധ്യത്തിൽ ഈ വേദവാക്യം അത് നമ്മെ ശക്തീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവമേ, ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കാതിരിപ്പാൻ നീ എന്നോട് കൂടി ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു വലിയ അനുഭവം, ഇല പച്ചയായ അനുഭവത്തിലൂടെ ആയിരിക്കാൻ സഹായിക്കുന്ന നിന്റെ കരങ്ങൾ, വരൾച്ചയുടെ മധ്യത്തിൽ വാട്ടം തട്ടേണ്ട ജീവിതങ്ങൾ, എന്നാൽ വാട്ടം തട്ടാതെ ഫലം കായ്ക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ഇതാരെഴുതിയതാ? യെരമ്യാ പ്രവാചകൻ എഴുതിയതാണ്. യെരമ്യാ പ്രവാചകന്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഒക്കെ കുറിച്ച് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് യെരമ്യാവിനെ വിളിച്ചത്, എങ്ങനെയാണ് യെരമ്യാവിനെ തിരഞ്ഞെടുത്തത്, എന്തിനു വേണ്ടിയാണ് നിയോഗിച്ചത്, എങ്ങനെയാണ് നിയോഗിച്ചത്, ഇതൊക്കെ ആ 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഊരുവാക്കുന്നതിനു മുൻപേ ഞാൻ അറിഞ്ഞു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയോഗിച്ചു. കണ്ടോ, 3 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, the life and ministry of Jeremiah was specially called and specially anointed and specially appointed. നോക്ക്, പറയുകയാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് ഊരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. പ്രിയ ദൈവജനമേ, യെരമ്യാവ് മാത്രമല്ല കേട്ടോ, ഞാനും നിങ്ങളുമൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുവാൻ തക്കവണ്ണം ജീവന്റെ സ്പർശനം നൽകിയത് എന്റെ കർത്താവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവൻ എന്ന് പറയുന്നത് എന്റെ കർത്താവിന്റെ ജീവനാ. എന്റെ യേശു എനിക്ക് ജീവൻ നൽകിയതുകൊണ്ട് എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ അറിഞ്ഞതുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ ജനിച്ചു. അല്ലേ, അല്ലേ? ഹല്ലേലൂയ.
എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവൻ നൽകിയ എൻ്റെ യേശു. അതുമാത്രമല്ല, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നതിന് മുൻപ് എന്നെ വിശുദ്ധീകരിച്ച യേശു. ഇല്ലേ? നമ്മളെയൊക്കെ അങ്ങനെയല്ലേ ഈ ലോകത്തിലേക്ക് ദൈവം നിശ്ചയിച്ച് ദൈവം നമ്മളെയൊക്കെ ഈ ലോകത്തിൽ അയച്ചത്? അങ്ങനെ തന്നെയാ. അവന്റെ ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പമുള്ള മാതാക്കളും പ്രായം ചെന്ന മാതാക്കളും ഒരു കുഞ്ഞിനെ ആ അമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട ആ നിമിഷം മുതൽ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? ആരുമില്ല. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട ഈ കുഞ്ഞ് ആ അമ്മയുടെ പ്രാർത്ഥന, ആ പിതാവിൻ്റെ പ്രാർത്ഥന, ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, അതെല്ലാം ഏറ്റുകൊണ്ടാണല്ലേ ഒരു വിശുദ്ധീകരണം അവിടെ ഉണ്ടാ കുഞ്ഞിന്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊക്കെ അപ്രകാരം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരുമാണ്. യെരമ്യാ പ്രവാചകൻ അപ്രകാരം ദൈവം അവനെ വിളിച്ച് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറയുക, എന്താ അടുത്ത വാക്യത്തിൽ പറയുന്നത്? അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. ദൈവസന്നിധിയിൽ തൻ്റെ കുറവുകളെ സമ്മതിക്കുന്ന ഏതൊരുത്തനും ഏതൊരുത്തിക്കും ദൈവം നൽകുന്ന സമൃദ്ധിയായ ചില അനുഭവങ്ങളുണ്ട്. അത് നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇതാ ഈ യെരമ്യാവ് പറഞ്ഞു, ഐ ആം നോട്ട് ആൻ എലക്വന്റ് പേഴ്സൺ. നിന്റെ ദൗത്യം, നീ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിപ്പാൻ ഞാൻ അതിനാളല്ല. ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ യഹോവയായ ദൈവം അവനോട്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്നവരുടെ അടുക്കൽ നീ പോകുകയും നിന്നോട് കൽപ്പിക്കുന്നത് നീ അവരോട് സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. പിന്നെ യഹോവ കൈ നീട്ടി അവന്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചുകളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. കണ്ടോ? വളരെ വ്യക്തിപരമായി ദൈവം യെരമ്യാവിനോട് ഇടപെട്ടതാണ്. ദൈവം കൈ നീട്ടി അവന്റെ വായെ തൊട്ടു. നീ പറഞ്ഞു, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനാണ്. പക്ഷേ കർത്താവ് പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടരുത്. നിന്നെ അയക്കുന്നവരുടെ അടുത്തൊക്കെ നീ പോകുകയും ഞാൻ നിന്നോട് പറയുവാൻ കൽപ്പിക്കുന്നതൊക്കെയും നീ പറയുകയും വേണം. ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയ ദൈവജനമേ,
ഇതാണ് യെരമ്യാവിൻ്റെ ജീവിത വിളിയും നിയോഗവും. ഈ യെരമ്യാവാണ് തൻ്റെ പ്രവചന ദൗത്യവുമായി മുൻപോട്ട് പോയത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും തന്നെ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഇന്ന് പാഠഭാഗമായി വായിച്ച ആ 20-ാം അധ്യായം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ആവശ്യമാണ്. 20-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ യെരമ്യാവ് കടന്നുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അവിടെ യെരമ്യാവിനെ കുറിച്ച് പറയുന്നത്? ആ പ്രവചന ദൗത്യത്തിലേക്ക് പ്രവേശിച്ച യെരമ്യാവ് തന്നെ അയച്ച ആളുകളുടെ മുൻപിൽ യഹോവ നൽകിയ ആ വചനങ്ങളെ പറഞ്ഞതുമൂലം തനിക്കുണ്ടായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ അവിടെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. കണ്ടോ, ഇപ്പോൾ ആരായി യെരമ്യാവ്? ആവലാതി പറയുന്ന ഒരു മനുഷ്യനായി തീർന്നിരിക്കുകയാണ്. ഞാൻ പരിഹാസ വിഷയമായിരിക്കുന്നു, ഞാൻ പരിഹാസിതനായിരിക്കുന്നു. യഹോവയുടെ വചനം എനിക്കിടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. പ്രിയ ദൈവജനമേ, എത്ര അനുഗ്രഹീതമായി വിളിച്ചതാണ് യെരമ്യാവിനെ. പറഞ്ഞു, എന്താ പറഞ്ഞത്? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഊരുവാക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞ ദൈവമാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചതാണ്. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചവനാണ്. പറഞ്ഞു, നീ പോകുന്ന എല്ലാ സ്ഥാനങ്ങളിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഭയപ്പെടരുത്. ഞാൻ നിനക്ക് തരുന്ന വാക്കുകളൊക്കെയും ജനത്തിന് കൊടുക്കണം. അതെല്ലാം അപ്രകാരം നിർവഹിച്ച യെരമ്യാവിൻ്റെ ഇപ്പോഴത്തെ ജീവിത അനുഭവം പറയുകയാണ്. ഞാൻ പരിഹാസിതനായിരിക്കുന്നു, ഞാൻ പരിഹാസ വിഷയമായിരിക്കുന്നു. ആവലാതി പറയുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ നിലവിളിക്കുന്നുണ്ട്. ജനങ്ങളുടെ സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ഞാൻ ആവലാതി പറയുകയാണ്. ഒന്നും എനിക്ക് സഹിപ്പാൻ കഴിയുന്നില്ല. യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അപ്പോൾ വീണ്ടും യെരമ്യാവ് പറയുക, ഞാൻ ഇനി നിന്നെ ഓർക്കുകയില്ല, നിന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്നു പറഞ്ഞാലോ അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഒരു വശത്ത് നിന്ദയും പരിഹാസവും,
ആകെ ഏറ്റുവാങ്ങുന്ന യെരമ്യാവ്. മറ്റൊരു ഭാഗത്ത് ഇതിൽ നിന്ന് ഞാൻ അങ്ങ് മാറിപ്പോയാലോ എന്ന് ആലോചിക്കുമ്പോൾ അത് അവന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെയായിത്തീരുന്ന അനുഭവമാണ്. അതിൽ നിന്ന് മാറുവാൻ അവന് കഴിയില്ല. വീണ്ടും പറയുകയാണ്, ഞാൻ സഹിച്ചു, ഞാൻ തളർന്നു, വഹിയാതെയായി. കണ്ടോ, പ്രവാചകൻ പറയുക, ഈ സന്ധ്യയിൽ ഇവിടെ ആരൊക്കെ ഈ വചനത്തെ കേൾക്കുന്നുണ്ടോ, ആരൊക്കെ ഈ ഒരു ജീവിത അനുഭവവുമായി വന്നിട്ടുണ്ടോ, സഹിച്ചു, തളർന്നു, വഹിയാതെയായിരിക്കുന്നു, സർവത്ര ഭീതി. പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പീൻ, ഞങ്ങളും അവനെ കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വിട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാം എന്ന എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. അപ്പോൾ യെരമ്യാവിന്റെ ജീവിതം ഏതവസ്ഥയിലാ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപേ അറിഞ്ഞു, ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിനു മുൻപേ അവനെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയോഗിച്ചു. ഞാൻ നിന്നെ അയക്കുന്നവരുടെ അടുക്കൽ പോകുകയും അവരുടെ അടുക്കൽ ചെന്ന് ഞാൻ നിനക്ക് തരുന്ന വചനങ്ങളൊക്കെയും പറയുകയും ചെയ്യണം. ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യഹോവ അവന്റെ കൈ നീട്ടി അവന്റെ വായെ തൊട്ടു. നിന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഈ ഒരു വലിയ ദൗത്യം, പ്രവാചക ദൗത്യം. അതേറ്റവും വിശ്വസ്തയോടു കൂടെ നിർവഹിച്ചപ്പോൾ യെരമ്യാവ് പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ സഹിച്ചു, ഞാൻ തളർന്നു, വഹിയാതെയായി. എല്ലാവരും ഏഷണി പറയുന്നു. ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. വഹിയാതെയായി. പ്രിയ ദൈവമക്കളെ, ഇന്ന് അപ്രകാരമുള്ള ഹൃദയങ്ങളുമായി ഇവിടെ ആരിയ്ക്കുന്നുണ്ടോ, അവരോടൊക്കെ ഈ വചനം വളരെ വ്യക്തമായി ഇടപെടുകയാണ്. മകനെ, മകളെ, ഭയപ്പെടേണ്ട. ദൈവം വാഗ്ദത്തം തന്നതാണെങ്കിൽ ആ വാഗ്ദത്തം അത് ദൈവം പാലിച്ചിരിക്കും. ദൈവമാണോ വാഗ്ദത്തം തന്നിരിക്കുന്നത്, ആ വാഗ്ദത്തം അവൻ പൂർത്തീകരിച്ചിരിക്കും. അതുകൊണ്ടാണ് യെരമ്യാവ് പറഞ്ഞത്, ആരാ ഭാഗ്യവാൻ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്ക്, അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
യെരമ്യാവ് പറയുന്നത് എന്താ? യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുള്ളതുകൊണ്ട് ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാകയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. ഒരിക്കലും മറന്നുപോകാത്ത നിത്യലജ്ജയോടെ. എത്ര ശക്തിയാണ് പ്രവാചകന്! പ്രവാചകൻ പറയുകയാണ്, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, 2023 ഓരോ ദിനങ്ങൾ പിന്നിടുമ്പോഴും ഈ ഒരു അനുഭവം നമുക്കുണ്ടാകണം. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഇതെത്ര പേർക്ക് അനുഭവിപ്പാൻ കഴിയും? ഇത് അനുഭവിക്കുന്നവരാണ് യഹോവയിൽ ആശ്രയിക്കുന്ന അനുഭവത്തിൽ നിൽക്കുന്നത്, ഇലവാടാതെ നിൽക്കുന്നത്, പച്ചയായി നിൽക്കുന്നത്, ബലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമേ, ദൈവജനമേ, ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും എല്ലാം നമുക്കുണ്ടാകാം. പക്ഷെ അതിന്റെ മധ്യത്തിൽ നമുക്കും പറയാൻ കഴിയണം, ഒരു മഹാവീരനെ പോലെ യഹോവ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. അവർ ജയിക്കുകയില്ല. അവർ ഇടറി വീഴും. അവർ നിത്യലജ്ജയോടെ, മറന്നുപോകാത്ത നിത്യലജ്ജയോടെ അവരുടെ ജീവിതത്തെ കഴിക്കേണ്ട കാലങ്ങളും ഉണ്ടാകും. പ്രിയ ദൈവജനമേ, ഈ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. യെരമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ നമുക്കും നമ്മുടെ ജീവിത അനുഭവങ്ങൾ പറയുവാൻ കഴിയണം. ഇതുപോലെ ഒരു വ്യക്തിത്വം വേറെയുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം മുതൽ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. 2 വ്യക്തികളാണ് അവിടെ. നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അവിടെ 2 പേരെ കുറിച്ചാണ് പറയുന്നത്. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും അവന്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളും കുറ്റമില്ലാത്തവരും ആയിരുന്നു. എല്ലാം അതുപോലെ പാലിച്ചവർ, കുറ്റമില്ലാത്തവർ. എത്ര നല്ല ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ് അവർക്ക് കിട്ടിയത്. സക്കറിയ പുരോഹിതനും എലിസബത്ത് കൊച്ചമ്മയുമാണ്. നോക്കണേ, അവർ നീതിമാന്മാരാണ്, നീതിയുള്ളവരാണ്, ദൈവസന്നിധിയിൽ സകല കൽപ്പനകളും പ്രമാണങ്ങളും അനുഷ്ഠിക്കുന്നവരാണ്, പാലിക്കുന്നവരാണ്, അനുസരിച്ചവരാണ്. പിന്നെ അവരെ കുറിച്ച് പറയുകയാണ്, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് മക്കൾ ഇല്ലായിരുന്നു. പിന്നെയും നെഗറ്റീവാണ്, അവർ ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. കണ്ടോ, ജീവിതത്തിൽ എലിസബത്ത് കൊച്ചമ്മയ്ക്ക് നൽകുന്ന ആ ഒരു പദം എന്താ അവിടെ? അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്,
കർത്താവിന്റെ സകല കൽപ്പനകളും പ്രമാണിക്കുന്നവരാണ്, അനുസരിച്ചവരാണ്. പക്ഷെ പിന്നെ പറയുക, എലിസബത്ത് മച്ചിയാകൊണ്ട് മക്കൾ ഇല്ലായിരുന്നു. പ്രിയ ദൈവജനമേ, നിങ്ങൾ ശ്രദ്ധിക്കണം. മച്ചി എന്ന പദം അത് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പദമല്ല. സാധാരണ മലയാള ഭാഷയിൽ അത് ഉപയോഗിക്കുന്നത്, നിഘണ്ടുവിൽ ഉപയോഗിക്കുന്ന പദം, പ്രസവിക്കാത്ത ഒരു പശു തൊഴുത്തിൽ ഉണ്ടെങ്കിൽ ആ പശുവിനെ വിളിക്കുന്ന പദമാണ് മച്ചിപ്പശു. പ്രസവിക്കാത്ത പശു എന്ന് നമ്മൾ പറയുമോ? ഈ മച്ചിപ്പശു അതിൻ്റെ ഒരു കോമൺ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. മലയാള ഭാഷ ഡിക്ഷണറിയിൽ അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രസവിക്കാത്ത ഒരു സ്ത്രീയെ കുറിച്ച് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന പദം വന്ധ്യ ആയവൾ എന്നാണ്, മച്ചി എന്നല്ല. എന്നാൽ സക്കറിയ പുരോഹിതന്റെ കൊച്ചമ്മയായ എലിസബത്ത്, ആ എലിസബത്തിനെ വേദപുസ്തകം തന്നെ സംബോധന ചെയ്തിരിക്കുന്നത് മച്ചി എന്ന പദം കൊണ്ടാണ്. അതായത് ആ സമൂഹത്തിൽ അവൾ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നിരിക്കുന്നു, നിന്ന പാത്രമായി തീർന്നിരിക്കുകയാണ്. മനുഷ്യരുടെ മുൻപിൽ മനുഷ്യർ പറയുന്നത് ഇങ്ങനെയാണ്, അവൾ ദൈവ കോപത്തിനിരയായവളാണ്, അതുകൊണ്ടാണ് അവൾ പ്രസവിക്കാതിരിക്കുന്നത്. അപ്പോൾ ദൈവ കോപത്തിനിരയായിരിക്കുന്ന ഒരു സ്ത്രീയെ അവളുടെ സമൂഹത്തിൽ ആരും സ്വീകരിക്കില്ല, ആരും ഒരു സ്ഥാനവും നൽകില്ല, ഒരംഗീകാരവും നൽകില്ല. അപ്പോൾ ഒരു മൃഗത്തിന് തുല്യമായിട്ടാണ് അവൾ ആ സമൂഹത്തിൽ ജീവിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പദം അവിടെ വന്നു ചേർന്നിരിക്കുന്നത്. എലിസബത്ത് മച്ചി ആകൊണ്ട് അവൾക്ക് മക്കൾ ഇല്ലായിരുന്നു. കണ്ടു, എന്തു ദുഃഖം അനുഭവിച്ചു, എന്തു വേദന അനുഭവിച്ചു. ആ സമൂഹം മുഴുവൻ തിരസ്കരിച്ച ഒരു വ്യക്തി, നിന്ദാപാത്രമായ ഒരു വ്യക്തി, പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഭാരങ്ങളും മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തി, ആരുടെയും മുൻപിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാൻ പോലും കഴിവില്ലാത്ത ഒരു സ്ത്രീയായി തീർന്നിരിക്കുകയാണ് എലിസബത്ത് കൊച്ചമ്മ. നിങ്ങൾ നോക്ക്, അതിൻ്റെ 24ഉം 25ഉം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചേ ആ ഭാഗം. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ തക്കവണ്ണം കർത്താവെന്നെ കടാക്ഷിച്ച നാളിൽ ഇപ്രകാരം സംഭവിച്ചു. എന്തൊരനുഭവമായത്! ഞാൻ തിരസ്കരിക്കപ്പെട്ടവളായിരുന്നു, ഞാൻ മനുഷ്യരുടെ മുൻപിൽ നിന്ന പാത്രമായിരുന്നു, പരിഹാസ വിഷയമായിരുന്നു. എന്നാൽ എന്റെ ദൈവം മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇപ്രകാരം സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇവിടെയും എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇത് തന്നെയാണ്. ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും നൊമ്പരങ്ങളുമായി ഇന്ന് ഈ വചന കൂടാരത്തിന്റെ കീഴിലിരിക്കുമ്പോൾ മനസ്സിലാക്കുക, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ അറിയുന്ന, നിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളെ അറിയുന്ന,
നിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളെ അറിയുന്ന, ഭാരങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നാം ഇരിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഈ ഒരു അനുഭവം നമുക്കുണ്ടാകണം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ സംഭവിച്ചു. കർത്താവ് എനിക്ക് ചെയ്തു തന്നു. നോക്കണം, ഇതുകൊണ്ട് അവിടെ അവസാനിച്ചില്ല കേട്ടോ. ആ ഭാഗം വീണ്ടും നാം വായിച്ചു വരുന്ന അവസരത്തിൽ കൂറിന്റെ ക്രമപ്രകാരം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥാനത്ത് ധൂപം കാട്ടുവാനുള്ള ആ ഒരു വലിയ അവസരം നറുക്കു വീഴുകയാണ്. ആർക്കാ നറുക്കു വീഴുന്നത്? സക്കറിയ പുരോഹിതന്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ജീവിതത്തിന്റെ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഇനിയും ഒന്നും നടക്കില്ല, ഇനിയും ഒന്നും സാധ്യമല്ല എന്ന് പറയുന്ന നമ്മുടെ ലോകക്രമത്തിന്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ, ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ ലോകക്രമങ്ങളെല്ലാം മാറുകയാണ്. പുരോഹിതനാ, എത്ര നാളായി ഈ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചിട്ട്? ഇതുവരെ ആ പൗരോഹിത്യ ശുശ്രൂഷയിൽ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപപീഠത്തിന്റെ മുൻപിൽ ധൂപം കാട്ടുവാനുള്ള ഒരു നറുക്കുപോലും അവന് വീണില്ല. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു പിറുപിറുപ്പുമില്ലാതെ ഇതാ ഈ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സക്കറിയാവിനെയാ കാണുന്നത്. ഒരു പിറുപിറുപ്പുമില്ല. നറുക്കു വീഴുകയോ വീഴാതിരിക്കുകയോ ചെയ്യട്ടെ, എന്റെ ശുശ്രൂഷ ഞാൻ നിറപടിയായി നിർവഹിക്കും. ഒരു പിറുപിറുപ്പും ആ ശുശ്രൂഷയിലില്ല. പക്ഷേ അതാ നോക്ക്, സാധ്യതകളെല്ലാം അസ്തമിച്ചു, വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്നു. ഇനിയും യാതൊരു വഴിയുമില്ല എന്ന് കാണുന്ന ആ ജീവിത അനുഭവം, അവിടെയാണ് ഒരു പുതിയ വാതിൽ തുറന്നതില്ലേ? അന്ന് നറുക്കെടുത്തപ്പോൾ നറുക്ക് കിട്ടിയത് സക്കറിയാവിനാ. എന്തുവാ? ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപപീഠത്തിന്റെ മുൻപിൽ ധൂപം കാട്ടുവാനുള്ള നറുക്കു വീഴുന്നു. ഇവിടെ എനിക്കൊരു സത്യം പറയാനായിട്ടുണ്ട് കേട്ടോ. അതിതാണ്, നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കപ്പെടുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണ്. നമ്മുടെ ജീവിതങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണ്. എത്രയെത്രയോ നറുക്കുകൾ ആ ദേവാലയത്തിൽ എടുത്തിട്ടുണ്ട്. നറുക്കു വീഴാത്തപ്പോഴൊക്കെയും സ്തോത്രം ചെയ്തുകൊണ്ടായിരിക്കണം ഈ സക്കറിയ പുരോഹിതൻ തൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയിട്ടുള്ളതും. ഇന്നും ഇവിടെ ഇതാ ആ ദേവാലയത്തിൽ ആ നറുക്കെടുക്കുന്ന സമയത്ത് അവിടെയുണ്ട്. നറുക്കു വീണു, യാതൊരു പരാതികളുമില്ല, യാതൊരു പെറുപെറുപ്പുമില്ല. ആ വൃദ്ധനായ മനുഷ്യൻ, സാധ്യതകളെല്ലാം അസ്തമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാ മക്കളെ ഞാൻ പറയുന്നത്, യഹോവയിൽ ആശ്രയിച്ച ഒരു മനുഷ്യന്റെ അനുഭവമാണിത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ വാർദ്ധക്യത്തിലും തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ ആ ദേവാലയത്തിൽ ആ നറുക്കിന്റെ അനുഭവത്തിലും വന്നു നിൽക്കുന്നത്. നറുക്കു വീണു,
ഞാനിപ്പോൾ അതെന്റെ മനസ്സിൽ കാണുകയാണ്. ആ വൃദ്ധനായ സക്കറിയ പുരോഹിതൻ തൻ്റെ വിറയാർന്ന കരങ്ങൾ, വാർദ്ധക്യമല്ലേ, കൈകളൊക്കെ വിറയ്ക്കും, ആ വിറയാർന്ന കരങ്ങളിൽ ധൂപകലശമെടുത്ത് ധൂപപീഠത്തിന്റെ മുൻപിൽ ധൂപം കാട്ടുകയാണ്. അതിനുള്ള ശക്തിയോ ബലമോ ഉണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ അവന്റെ മനോബലം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. നോക്ക്, ആ ധൂപപീഠത്തിന്റെ മുൻപിൽ ധൂപം കാട്ടിയപ്പോൾ ഇതുവരെ സംഭവിക്കാത്തതൊക്കെ അവിടെ സംഭവിച്ചു. എന്താ? ദൈവത്തിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി അവൻ കണ്ടു. ഭയന്നുപോയി. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് നീ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. എന്തൊരനുഭവമാത്! ഞാൻ ഒന്നുകൂടി ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ സക്കറിയ പുരോഹിതൻ ധൂപകലശമെടുത്ത് ധൂപം കാട്ടിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. അവൻ ഭയന്നുപോയി. ഭയപ്പെടേണ്ട, ദൂതൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി. Your prayers are answered. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇന്ന് ധൂപകലശമെടുത്ത് അവൻ ആ ധൂപം കാട്ടിയപ്പോൾ അവൻ എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? ദൈവത്തിന്റെ ദൂതൻ അവനോട് പറഞ്ഞത് നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നും അവൻ പ്രാർത്ഥിച്ചത് എന്താ? സംവത്സരങ്ങൾക്ക് മുൻപ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെയാണ് ഇന്നും പ്രാർത്ഥിച്ചത്. കണ്ടോ? പ്രാർത്ഥന നിർത്തിയോ? പ്രാർത്ഥന നിർത്തിയോ? പ്രാർത്ഥന നിർത്തിയില്ല. അന്ന് ആരംഭിച്ച പ്രാർത്ഥനയാ. ഇന്നും ധൂപകലശമെടുത്ത് ധൂപം കാട്ടുവാൻ അവസരം കിട്ടിയപ്പോൾ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അത് തന്നെയാണ്. അതുകൊണ്ടാ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത്, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി. യുവർ പ്രേയേഴ്സ് ആർ ആൻസേർഡ്. എന്റെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കുത്തരം തരുന്നവനാ. നമ്മുടെ പ്രാർത്ഥനയ്ക്കുത്തരം തരുന്നവനാ. ഹല്ലേലൂയ! കൈ ഉയർത്തി പറയൂ, ഹല്ലേലൂയ! നമ്മുടെ പ്രാർത്ഥനകൾക്കുത്തരം തരുന്നവനാണ്. അവൻ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നില്ല. എന്നാൽ ആ പ്രാർത്ഥനകൾക്കുത്തരം തരുന്നത് കർത്താവിൻ്റെ സമയത്തിങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതി. എന്താ എഴുതിയത്? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു. He has given me a new song to sing. He has given me a new song to sing. ഒരു പുതിയ പാട്ടാ, പഴയ പാട്ടല്ല കേട്ടോ. ദാവീദ് തന്റെ ജീവിത അനുഭവത്തിലൂടെ പറഞ്ഞതാണ്. ആർക്കാ പുതിയ പാട്ട് പാടാൻ കഴിയുന്നത്? ആർക്കാ? യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്കാണ്. അവരുടെയാണ് കാലുകളെ സ്ഥിരമാക്കുന്നത്. അവരുടെ നാവിലാണ് ഒരു പുതിയ പാട്ട് തരുന്നത്. നോക്ക്,
ഇവിടെ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. പ്രിയ ദൈവജനമേ, നിന്റെ സന്തോഷം നഷ്ടപ്പെട്ട നാളുകളുണ്ട്. ജീവിതത്തിൽ ഉല്ലാസം നഷ്ടപ്പെട്ട നാളുകളുണ്ട്. ദുഃഖത്തിന്റെയും നിരാശയുടെയും ഭാരങ്ങളുടെയും പ്രയാസത്തിന്റെയും അനുഭവങ്ങളിലേക്ക് എന്റെ ജീവിതം മാറിപ്പോയ നിമിഷങ്ങളുണ്ട്. പക്ഷേ ഈ സത്യവേദ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, തീർന്നിട്ടില്ല. ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല നിന്റെ ജീവിതം. നിന്റെ ജീവിതം ആ ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാമോ? അവൻ അതിശയങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അവൻ അതിശയങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. നീ വിട്ടുകൊടുക്കാൻ ശ്രമിക്കണം. യെരമ്യാവിന്റെ ജീവിതം പറഞ്ഞു, ഞാൻ സഹിച്ചു, തളർന്നു, വഹിയാതിയായി, എല്ലാവരുടെയും മേശനി കേട്ടിരിക്കുന്നു, വയ്യ. പലരുടെയും പരിഹാസ വിഷയമാണ് ഞാൻ. പലരും എന്നെ പരിഹസിക്കുന്നു. എന്തിനായി ജീവിതം? അവിടെയാണ് യെരമ്യാവ് കാണുന്ന പുതിയ ദർശനം. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. പ്രിയ ദൈവജനമേ, എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്. ആ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ഇതാ സക്കറിയ പുരോഹിതനോട് പറയുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. സന്തോഷം നഷ്ടപ്പെട്ട മനസ്സുകളെ, ഉല്ലാസം നഷ്ടപ്പെട്ട മനസ്സുകളെ ഈ ദൈവവചനം നമ്മളോട് പറയുകയാണ്. എൻ്റെ യേശു ജീവിക്കുന്നു, അവൻ നിനക്കായി ജീവിക്കുന്നു. എൻ്റെ ഉല്ലാസവും എൻ്റെ സന്തോഷവും തിരികെ തരാൻ, നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ തരാൻ അവൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയ ദൈവജനമേ, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഞാൻ നിർത്തുകയാണ്. 9 മണിയായി. പ്രിയ ദൈവജനമേ, നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവേ, ഞങ്ങൾ കേട്ട ദൈവവചനം, ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം, ദൈവമേ, ആ വാഗ്ദത്തത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ സമാധാനത്തോടെ പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നിറയ്ക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആ യെരമ്യാവ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അമ്മയുടെ ഉദരത്തിൽ ഊരുവാകുന്നതിന് മുൻപേ അറിഞ്ഞ ദൈവം
വിശുദ്ധീകരിച്ച ദൈവം, നിയോഗിച്ച ദൈവം, ദൈവമേ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവം, നിന്റെ നാവിൽ ജനത്തിന് കൊടുക്കുവാനുള്ള ദൂത് ഞാൻ തരും എന്ന് പറഞ്ഞ ആ ദൈവം, നീ ആരെയും ഭയപ്പെടരുത് എന്ന് പറഞ്ഞ ആ ദൈവം, എന്നാൽ മാനുഷിക സാഹചര്യങ്ങളിൽ യിരെമ്യാവ് പറഞ്ഞു പോവുകയാണ്, ഞാൻ സഹിച്ചു, ഞാൻ തളർന്നു, വഹിയാതെയായി. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും അങ്ങനെയാണല്ലോ. ആ സക്കറിയ പുരോഹിതനെ പോലെ, ആ എലിസബത്ത് കൊച്ചമ്മയെ പോലെ മനുഷ്യരുടെ മുൻപിൽ നിന്ന പാത്രമാണ്, തിരസ്കരിക്കപ്പെട്ടവരാണ്, ലജ്ജാപാത്രമാണ്. ആ എലിസബത്ത് കൊച്ചമ്മയാണല്ലോ പാടിയത്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ തക്കവണ്ണം കർത്താവിനെ കടാക്ഷിച്ച നാളിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഒക്കെ ജീവിതം അങ്ങനെയാ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ഒക്കെ ജീവിതം അങ്ങനെയാ. അങ്ങനെയുള്ള ജീവിതത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയെ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാ കർത്താവേ. ആ ഭാഗ്യാവസ്ഥയിലേക്ക് ഞങ്ങളെ ഒന്ന് നടത്തണം. ഞങ്ങളുടെ കുടുംബങ്ങളെ നടത്തണം, ഞങ്ങളുടെ തലമുറകളെ നടത്തണം, ഞങ്ങളുടെ മക്കൾ, അവരുടെ ഭാവി. ദൈവമേ, അതൊക്കെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ മാതൃക കുടുംബങ്ങളായി തീരണം കർത്താവേ. മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിച്ചു പോകുന്ന ഒരനുഭവമല്ല, നിന്നാപാത്രമായി തീരുന്ന അനുഭവമല്ല, ഏഷണികൾ കേൾക്കുന്ന അനുഭവമല്ല, തളർന്നു പോകുന്ന അനുഭവമല്ല. കർത്താവിനോട് കൂടെ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അവർ ജയിക്കുകയില്ല എന്ന് പറയുവാൻ, സാത്താൻ ജയിക്കുകയില്ല, സാത്താൻ ജയിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഈ പാട്ട് പാടുന്ന അവസരത്തിൽ ഇത് കടശി യോഗമാണല്ലോ. ജീവിതത്തെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനുള്ളവർക്ക് അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വല്ലഭൻ, ഒരു നാളും കൈവിടില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന എൻ്റെ കർത്താവ്, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന എൻ്റെ കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരുടെ കരങ്ങളും ഉയരട്ടെ. എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ്, ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് സകലവും സമൃദ്ധിയായി നൽകുന്ന കർത്താവ്. യേശുവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകണം. മനോഭാരത്താലഞ്ഞു മനോവേദനയാൽ നിറഞ്ഞു മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു
എന്നെ നടത്തിയ എന്റെ യേശു, ഇന്നയോളം എന്നെ പുലർത്തിയ എന്റെ യേശു, അവൻ എത്ര നല്ലവനാ. ആ നല്ലവനായ യേശുവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം, തലമുറകളെ സമർപ്പിക്കാം. യേശുവേ, ഞങ്ങൾ നിന്നാപാത്രമായി തീരുവാനുള്ളവരല്ലല്ലോ കർത്താവേ. ഞങ്ങൾ തളർന്നു പോകേണ്ടവരല്ലല്ലോ, ഞങ്ങൾ ക്ഷീണിച്ചു പോകേണ്ടവരല്ലല്ലോ, ഞങ്ങൾ മനം തകർന്നു പോകേണ്ടവരല്ലല്ലോ, നിന്നാപാത്രമായി തീരേണ്ടവരല്ലല്ലോ. ത്യജിക്കപ്പെടേണ്ട അവസ്ഥകളിലേക്ക്, തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥകളിലേക്ക് പോകേണ്ടവരല്ലല്ലോ. ദൈവമേ, നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നവനാ. ദൈവമേ, എന്റെ ഭാരം അറിയുന്നവൻ നീയാ, എന്റെ നൊമ്പരങ്ങൾ അറിയുന്നവൻ നീയാ. എന്റെ യേശു എത്ര നല്ലവനാ, എന്റെ യേശു എത്ര നല്ലവനാ. ആ എന്റെ യേശു എത്ര നല്ലവൻ. അവൻ ഒരു നാളും കൈവിടില്ല എന്ന് വാഗ്ദത്തം തന്നവനാ. അവൻ ഒരു നാളും മറക്കുകയില്ല എന്ന് വാഗ്ദത്തം തന്നവനാ. അവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവനാ. ദൈവമേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നല്ലവനാ. എല്ലാവരും കൈ ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും കൈ ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ. എന്റെ യേശു എത്ര നല്ലവനാ, എന്റെ യേശു എത്ര നല്ലവനാ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. നിന്റെ മക്കൾക്ക് നീ കൊടുത്തിരിക്കുന്ന വലിയ സമർപ്പണത്തിന്റെ അനുഭവത്തിനായി സ്തോത്രം. ദൈവമേ, നിന്റെ മക്കൾ അവരുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോകുകയാ. തിരികെ പോകുന്നവർ ശൂന്യമായിട്ടല്ലല്ലോ പോകുന്നത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഒരു ഭാഗ്യ അവസ്ഥയോട് കൂടിയാണല്ലോ നിന്റെ മക്കൾ തിരികെ പോകുന്നത്. വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. ദൈവമേ, നിന്റെ മക്കൾ ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കാതെ ഇരിപ്പാൻ, പച്ചയായ ഇലകൾ പോലെ പച്ചയായിരിപ്പാൻ. ദൈവമേ, വാട്ടം തട്ടാതെ ഇരിപ്പാൻ, വരൾച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാതിരിപ്പാൻ നിന്റെ മക്കളെ നീ സഹായിക്കണം. ദൈവമേ, അവരുടെ ക്രിസ്തീയ ജീവിതം ജയോത്സവമായി നടക്കുവാൻ നീ അവരെ യോഗ്യതയുള്ളവരാക്കണം. ബലം കായ്ച്ചുകൊണ്ടിരിപ്പാൻ അവരെ സഹായിക്കണം. ദൈവമേ, അവരുടെ ഹൃദയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് തന്നല്ലോ, അവരുടെ മനസ്സുകളെ നീ പകർന്നല്ലോ. അതിനായി സ്തോത്രം യേശുവേ. ദൈവമേ, എല്ലാവരും ഭവനങ്ങളിലേക്ക് പിരികെ പോവുക. 10ാമത്തെ സംവത്സരത്തിലെ ഞങ്ങളുടെ ഈ കൺവെൻഷൻ, അത് കർത്താവേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് അനുഗ്രഹമാകണം, ഞങ്ങളുടെ ദേശത്തിന് അനുഗ്രഹമാകണം, ഞങ്ങൾ ഇടവകയ്ക്ക് അനുഗ്രഹമാകണം. ദൈവം എല്ലാവരും അപ്രകാരം അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ. ദൈവമേ, നിന്റെ ആത്മാവിന് നിന്റെ മക്കളിലേക്ക് പകരണമേ, പകരണമേ. അതാണല്ലോ അവരുടെ ജീവിതത്തിന്റെ ആകെ തുകയായിട്ടുള്ളത്, അതാണല്ലോ അവരുടെ ആശ്രയം. ദൈവമേ, നിന്റെ മക്കളെ അപ്രകാരം ധന്യതയുടെ അനുഭവത്തിൽ പറഞ്ഞയക്കണം കർത്താവേ. Hallelujah.
യേശുവേ സ്തോത്രം. സ്തോത്രം, സ്തോത്രം. കുഞ്ഞുകോശി അച്ഛൻ പ്രാർത്ഥിച്ചെന്ന് അവസാനിപ്പിച്ചട്ടെ. എല്ലാവരും നിന്നുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന വചനം ഈ രാത്രി ഞങ്ങൾക്ക് ലഭിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ സമർപ്പണത്തിൻ്റെ പാതയിലേക്ക് ഈ 10ാമത്തെ കൺവെൻഷൻ കൊണ്ടുവന്നതിനായി സ്തുതി. വേദനപ്പെട്ട 2 ജീവിതങ്ങൾക്ക് ആശ്വാസം പകർന്ന ആ ദിവ്യ വചനത്തിൻ്റെ അനുഭവത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനായി സ്തോത്രം. നിന്നാപാത്രമായിരുന്ന എലിസബത്തിനെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചതാകുന്ന യെരമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിൽ യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞ് സകലതും ദൈവസന്നിധിയിൽ വെച്ചതുപോലെ ഇന്ന് ഈ രാത്രികാല യഹോവ എന്നോട് കൂടെയുണ്ട്. അവൻ അറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണ്, ഇലവാടാത്ത വൃക്ഷമാണ് എന്ന് ഞങ്ങളെ പിന്നെയും പിന്നെയും കേൾപ്പിച്ചതിനായി സ്തോത്രം. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവെ തളർന്നു പോകുവാൻ അങ്ങ് അനുവദിക്കരുത് കർത്താവെ, തളടിയാകുവാൻ അനുവദിക്കരുത് കർത്താവെ. നീ ഞങ്ങളുടെ ജീവിതത്തെ അറിയുന്നവൻ, ഞങ്ങളുടെ നനവുകളെ കാണുന്നവൻ, ഞങ്ങളുടെ നാളെ അറിയുന്നവൻ, ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നവൻ, ഞങ്ങൾക്ക് ജീവൻ നൽകിയവൻ, ഞങ്ങളെ ജീവിപ്പിക്കുന്നവൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് തിരുസന്നിധിയിലായിരിക്കുന്ന എൻ്റെ മക്കള് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ സ്വർഗകൃപയിൽ ആയിരിക്കാൻ കർത്താവെ തുണയ്ക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിവന്യ തിരുമേനിക്കായി സ്തോത്രം. ലഭിച്ച ദൈവവചനത്തിൻ്റെ ആഴത്തിനായി സ്തുതി. കർത്താവെ ഞങ്ങൾക്ക് തന്നതാകുന്ന സമർപ്പണത്തിൻ്റെ അനുഭവത്തിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാക്കി തീർക്കണം, ദൈവം സന്തോഷിക്കുന്ന രാത്രിയാക്കി തീർക്കണം. തൻ്റെ മക്കളുടെ കർത്താവെ സമർപ്പണം കണ്ട് സ്വർഗം സന്തോഷിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കേട്ടു, ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരപ്പെടണം. അല്ല കർത്താവെ, ഒന്നല്ല, ഈ പന്തലിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഭവത്തിൻ്റെ ആത്മീയ അനുഭവത്തിൻ്റെ മനസ്സാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജയിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. കർത്താവെ, ഞങ്ങൾ കടന്നു പോകട്ടെ 30, 60, 100 മേനി ഫലം കായ്പാൻ കർത്താവെ ഞങ്ങൾ ഇടയാക്കണം. ഒരു ചെവി കണ്ടു കേട്ട് അടുത്ത ചെവിയിൽ കളയുന്നതല്ല കർത്താവെ, ഉള്ളങ്ങളിൽ അത് സ്വീകരിച്ച് എൻ്റെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മടങ്ങിപ്പോകുവാൻ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ സഹായിക്കണം. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിക്കായി സ്തോത്രം. ലഭിച്ച ദൈവവചനത്തിനായി സ്തുതി. ശുശ്രൂഷാരംഗങ്ങൾക്കായി സ്തോത്രം. ഈ കല്ലട കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് മുഖാന്തരമായി ദൈവവചനത്തിനായി സ്തുതി. കർത്താവ് എടുത്ത് ഉപയോഗിച്ചാലും നന്മകളാൽ നിറച്ചാലും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മളെല്ലാവരുടെ ജീവിതത്തിന്മേലും കേട്ട ദൈവവചനത്തിന്മേലും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന വഴി നടത്തുമാറാകട്ടെ.
കർത്താവായ യേശുവേ വേഗം വരണമേ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് അറിയിക്കട്ടെ. നാളെ